ഈശംസിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 22-ാമത്തെ അധ്യായം 24 മുതലുള്ള തിരുവചന ഭാഗമാണ് നാം ഇന്ന് ധ്യാനിക്കുന്നത്. ലോകത്തിലെ ഏത് സമൂഹത്തിലും ഉണ്ടാകാവുന്ന, ഏത് കൂട്ടായ്മയിലും ഏത് പാർട്ടിയിലും ഒക്കെ ഉണ്ടാകാവുന്ന ഒരു ചോദ്യമാണ്: ആരാണ് വലിയവൻ? വലിയവനാകാനുള്ള വ്യഗ്രതയും വലിയവനെക്കുറിച്ചുള്ള നിർവചനവുമൊക്കെ ഈ കാലഘട്ടത്തിലും ആവശ്യമാണ്. വലിയവനാകാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം വലിയവൻ ആരാണ് എന്ന് അറിഞ്ഞതിന് ശേഷമാണല്ലോ ആരംഭിക്കേണ്ടത്. ഏറ്റവും വലിയവൻ ആരാണ്? ഒരു പാർട്ടിയെ സംബന്ധിച്ച് അതിൻ്റെ പ്രസിഡൻ്റാകും, ഒരു പ്രസ്ഥാനത്തെ സംബന്ധിച്ച് അതിൻ്റെ ഡയറക്ടറോ അല്ലെങ്കിൽ ചാർജ് വഹിക്കുന്ന മറ്റാരെങ്കിലും ഒക്കെ ആകും. എന്നാൽ ക്രിസ്തുനാഥൻ്റെ രാജ്യത്തിൽ അല്ലെങ്കിൽ ക്രിസ്തുനാഥൻ്റെ സങ്കല്പത്തിൽ നേതാവ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഉപരിയല്ല, എല്ലാവർക്കും കീഴെയാണ്. ഒരു ദാസനെ പോലെ, ഒരു വേലക്കാരനെ പോലെ ജോലികൾ ഏൽപ്പിച്ചവയെല്ലാം കൃത്യമായിട്ട് ചെയ്യുക. നമ്മുടെ നാട്ടിൽ മന്ത്രിമാർ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ടല്ലോ. മന്ത്രി എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷിൽ മിനിസ്റ്റർ എന്ന് പറയുക. മിനിസ്റ്റർ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് വേല ചെയ്തു കൊടുക്കുന്നവർ, മറ്റുള്ളവർക്ക് ആവശ്യമായവ ചെയ്യുവാൻ മടി കാണിക്കാത്തവർ. അവരുടെ സേവനമാണ് എൻ്റെ ലക്ഷ്യമെന്ന്. മറ്റു വാക്കിൽ പറഞ്ഞാൽ മിനിസ്റ്റർ എന്ന വാക്കിൻ്റെ അർത്ഥം സേവകനെന്നാണ്. ഒരു സമൂഹത്തിന് വേണ്ടി, ഒരു സംസ്ഥാനത്തിന് വേണ്ടി, ഒരു രാജ്യത്തിന് വേണ്ടി. നമ്മുടെ മുഖ്യ സേവകൻ ഒക്കെ നാട്ടിലൂടെ കടന്നു പോകുന്നത് 40-50 കാറുകളുടെയും ആംബുലൻസുകളുടെയും എല്ലാം നടുവിലൂടെയാണ്. ഇങ്ങനൊരാൾ സേവകനാണ് എന്ന് എങ്ങനെയാണ് പറയുക? അത് ഏത് പാർട്ടി ഭരിച്ചാലും അങ്ങനെയൊക്കെ തന്നെയാണ്. മന്ത്രിമാർ പോകുമ്പോൾ ആംബുലൻസുകളടക്കം ഓഫ് ചെയ്ത് മാറ്റിയിടണം. വാഹന വ്യൂഹത്തിൻ്റെ കത്തിപ്പടർന്നുള്ള ഒരു യാത്ര, അത് കഴിഞ്ഞിട്ട് മറ്റു വാഹനങ്ങൾ പോയാൽ മതി. കാരണം പോകുന്നത് നമ്മളെ സേവിക്കുന്നവനെ ഭയന്ന് രോഗികൾ പോലും ആംബുലൻസിൽ ഇരിക്കേണ്ട ഗതികേട്. അതാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. ഇവിടെയാണ് പ്രിയപ്പെട്ടവരെ ഒരു വലിയവൻ ആരാണ് എന്ന് ഈശോ കൃത്യമായിട്ട് നിർവചിക്കുക. അങ്ങനെ വരുമ്പോൾ അവിടുന്ന് ഇതിനൊരു മാതൃക നൽകുകയാണ്. പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റി, പിതാവ് പറഞ്ഞതെല്ലാം ചെയ്ത്, പിതാവിനോട് വിശ്വസ്തത പുലർത്തി ജീവിക്കുന്ന ഒരു എളിയ ദാസനാണ് ഞാനൊരു സേവകൻ്റെ റോളിലാണ് നിങ്ങളുടെ അടുക്കിലേക്ക് വന്നത്. പെസഹ ദിവസത്തെ കാലുകഴുകൽ ശുശ്രൂഷയൊക്കെ നമ്മുടെ ഓർമ്മയിലുണ്ട്. ഈശോ അവർക്ക് വേണ്ടിയിട്ട് മാതൃകകൾ സൃഷ്ടിക്കുകയാണ്. ഈ ലോകത്തിൻ്റെ വഴിയല്ല തൻ്റേത് എന്ന് ഈശോ ഓർമ്മിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇതിനേറെ വില കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാക്കണം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ സത്യസന്ധമായ പെരുമാറ്റത്തിലൂടെ ദൈവം നമുക്ക് അനുവദിച്ചു തന്നിരിക്കുന്ന ഈ ഹ്രസ്വമായ ജീവിതം കൊണ്ട് എത്ര പേർക്ക് നന്മ ചെയ്യാനാണ്, എത്ര പേരുടെ ഹൃദയങ്ങളിൽ നമുക്ക് ഇടം നേടാനാണ്. മരണം മൂലം ഈ ലോകത്തിൽ നിന്ന് കടന്നു പോകുമ്പം നമ്മളെ ഓർത്ത് പരിതപിക്കുന്ന, വേദനിക്കുന്ന എത്ര പേരുണ്ടാകും. ഒത്തിരി നന്മകൾ ചെയ്ത, ഒരുപാട് നാടിനെ സ്നേഹിച്ച, ഒരുപാട് ഇടവകയെ സ്നേഹിച്ച, കുടുംബത്തെയെങ്കിലും സ്നേഹിച്ച ഒരു നല്ല മനുഷ്യനായിരുന്നു അദ്ദേഹമെന്ന് പറയാൻ നമുക്ക് വേദി ഉണ്ടാവുമോ? അങ്ങനെ ഒരു വേദി സൃഷ്ടിക്കലാണ് ഈശോയുടെ ആഗ്രഹം. വലിയവനാകാൻ, ചെറുതാകാൻ നമുക്ക് ആഗ്രഹിക്കട്ടെ. ഈശോ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ജീവിതത്തെ അവിടെ നിന്ന് ധന്യമാക്കട്ടെ. കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാരൂപിയുടെ സഹവാസവും നാം അവിടെ കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.